നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഉലുവാപ്പൊടിയും പാലും വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കിനെ കുറിച്ചാണ്. ഈ ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്നതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് എവിടെയും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്കിന്നിവിടെ ഒന്ന് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ ഫേസ് പാക്കിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നോക്കാം. ഉലുവപ്പൊടിയും പാലുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കും. പാല് നല്ലൊരു മോയ്സ്ചറൈസർ ആയതിനാൽ തന്നെ സ്കിൻ സോഫ്റ്റും സ്മൂത്തുമായിരിക്കും. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പിമ്പിൾസ്, ആക്നെ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. പാൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ ത്വക്ക് കൂടുതൽ മൃദുവാക്കാൻ ഇത് സഹായിക്കും. സ്കിൻ കുറച്ചുകൂടെ സോഫ്റ്റും സ്മൂത്തുമായിരിക്കും. ഉലുവയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ പിമ്പിൾസ് കുറയ്ക്കാൻ, അതായത് മുഖക്കുരു വരുന്നത് കുറയ്ക്കുകയും ത്വക്ക് ഫ്രഷ് ആവുകയും ഡെഡ് സ്കിൻസ് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. റെഗുലറായിട്ടുള്ള ഉപയോഗം സ്കിൻ ടോൺ മെച്ചപ്പെടുത്താനും സഹായിക്കും. കെമിക്കൽ ഇല്ലാത്തതിനാൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ നൽകാനും ഇത് സഹായിക്കും. ഉപയോഗിക്കേണ്ട വിധം: ഒരു സ്പൂൺ ഉലുവപ്പൊടിയിലോട്ട് ആവശ്യത്തിന് പാൽ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുകയും മുഖത്തൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കുകയും ചെയ്യുക. ശേഷം ഇത് വെള്ളത്തിൽ കഴുകാം. സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർ എപ്പോഴും ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഉലുവപ്പൊടിയും പാലും ചേർന്നിട്ടുള്ള ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഇത് ഏറ്റവും നല്ലത്. പാൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ത്വക്ക് സോഫ്റ്റ് ആവുകയും ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഡ്രൈനെസ് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ നോർമൽ സ്കിന്നുള്ളവർക്ക് സ്കിൻ ഗ്ലോ വർദ്ധിക്കുകയും സ്കിൻ ടോൺ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം, പക്ഷേ പാൽ അധികം ഉപയോഗിക്കരുത്. കുറച്ച് റോസ് വാട്ടറോ മറ്റോ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ആക്നെ പ്രോൺ സ്കിന്നുള്ളവർ, അതായത് മുഖക്കുരുവിന് സാധ്യതയുള്ളവരാണെങ്കിൽ ഉലുവ പിമ്പിൾസ് കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ ചിലപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന പാല് ചിലപ്പോൾ പോർസിൽ ക്ലോഗ് ചെയ്യാം. അതുകൊണ്ട് തന്നെ പാല് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയോ പകരം റോസ് വാട്ടർ പോലുള്ള മറ്റെന്തെങ്കിലും ഉപാധി ഉപയോഗിക്കുന്നതോ ആണ് ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക് നല്ലത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ പാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡ്രൈ ആൻഡ് നോർമൽ സ്കിന്നുള്ളവർക്കാണ് ഇത് ഏറ്റവും മികച്ചത്. ഓയിലി അല്ലെങ്കിൽ ആക്നെ സ്കിന്നുള്ളവർക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാവുന്നതാണ്.